നമസ്കാരം, ഞാൻ പ്രതീഷ്. പാലടി PRCയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ സ്കെലറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ സ്കെലറ്റൻ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശരീരഘടനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ട് അറിയുമോ? 206 എല്ലുകളാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ളത്. പക്ഷേ ന്യൂ ബോൺ ബേബി ആണെങ്കിൽ, നമ്മുടെ നവജാത ശിശുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടാവും. എത്ര എല്ലുകൾ ഉണ്ടാവുക? 300 എല്ലുകളായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ അഡൾട്ട് ഏജ് ആകുമ്പോൾ, നമ്മൾ പ്രായമാകുന്ന സമയത്ത് ആ എല്ലുകളെല്ലാം ചുരുങ്ങിയാണ് 206 എല്ലുകളായിട്ട് മാറുന്നത്. നമ്മുടെ ശരീരത്തിൽ എല്ലുകളുടെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ എല്ലുകൾ? ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ബലൂണിൽ നമ്മൾ കാറ്റടിക്കുമ്പോഴായിരിക്കും, നമ്മൾ ഊതുമ്പോഴായിരിക്കും അത് വികസിച്ച് വരുന്നത്. അപ്പോഴാണ് അതിനെ ബലൂൺ എന്ന് പറയുന്നത്. അല്ലെ, അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അതിന് ബലൂൺ എന്ന് പറയുന്നത്. അതിൽ കാറ്റ് ഏറെ കളഞ്ഞു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിന് ബലൂൺ, അതിന് ഷേപ്പില്ലാത്തൊരു ബലൂൺ ആയിരിക്കും. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരവും എല്ലുകളില്ലാതെ വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പ് ഉണ്ടാവില്ല, ആകൃതി ഉണ്ടാവില്ല. പക്ഷെ എല്ലുകളാണ് നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നത്. നമ്മുടെ ഓരോ ഭാഗത്തിനും, നമ്മുടെ ഈ കൈക്ക് കൈയുടേതായ ഷേപ്പ് കൊടുക്കുന്നത് ആ കയ്യിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉള്ളിലുള്ള എല്ലാണ്. എല്ലായതുകൊണ്ടാണ് ഈ കൈക്ക് ഈ ഷേപ്പ് വന്നിരിക്കുന്നത്. ഈ എല്ലില്ലാന്ന് വെച്ചാൽ ഈ കൈ എങ്ങനെ ഉണ്ടാവും? ആ നേരത്തെ പറഞ്ഞ ആ എയർ പോയ ബലൂൺ പോലെ ഉണ്ടാവും. ഒരു മാംസപിണ്ഡമായിരിക്കും നമ്മുടെ ഈ കൈ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആകൃതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലുകളുള്ളത്. മനുഷ്യ ശരീരത്തിൽ ആകെ 206 എല്ലുകളാണ്, ബോൺസ് ആണ് ഉള്ളത്. ന്യൂ ബോൺ ബേബി ആണെന്ന് വെച്ചാൽ അത് മൊത്തം 300 ബോൺസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നത് എല്ലുകളാണ്. അതുപോലെ തന്നെ മനുഷ്യനെ നടക്കാൻ സഹായിക്കുന്ന, മൂവ്മെന്റ് ഉണ്ടാക്കുന്നത് എല്ലുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ എണീച്ച് നിൽക്കാനും എല്ലാത്തിനും ഉള്ള സപ്പോർട്ട് കൊടുക്കുന്നത് എല്ലുകളാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിലൂടെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എല്ലുകളുടെ കുറേ പേരുകൾ. നമുക്കിപ്പോൾ ഒരു എല്ലിൻ്റെ പേര് നമുക്കറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ തലയിലുള്ള തലയോട്ട്, അതുപോലെ കയ്യിലുള്ളതിന് കയ്യെല്ല്, കാലെല്ല്, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഓരോ എല്ലിനും 206 എല്ലുകൾക്കും ഓരോരോ പേരുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കുറച്ച് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഭാഗങ്ങളിലെ എല്ലുകളുടെ പേരൊന്ന് നമുക്ക് നോക്കാം. അത് എന്തിനാണ് ആ എല്ലുകളെന്നും നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് ഹ്യൂമൻ സ്കെലറ്റിന്റെ പിക്ചർ. ഇങ്ങനെയാണ് ഹ്യൂമൻ സ്കെലറ്റിന്റെ പിക്ചർ വരുന്നത്. അപ്പോൾ ഇതിലാണ് എത്ര ബോണ് നമുക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 206 ബോണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ 206 ബോണും പേര് നമുക്ക് പഠിക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കുറച്ച് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന, ഇപ്പൊ കൈയും, തല, കൈ, പിന്നെ അതുപോലെ നമ്മുടെ വാരിയല്, അങ്ങനെ കാല്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് നമുക്ക് എന്താണ് നമുക്ക് പഠിക്കാം. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് നമ്മുടെ തല. നമ്മുടെ തലയിൽ ഈ 22 ബോണാണ് ഉള്ളത് മൊത്തം. നമ്മൾ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ആ ബോണിനെ, നമ്മുടെ തലയോട്ടിന് നമ്മൾ പറയുന്നതാണ് സ്കള്ള്. എന്താ നമ്മൾ പറയുന്നത്? സ്കള്ള്. അപ്പൊ നമ്മൾ തലയോട്ടി പറയുന്നതാണ് സ്കള്ള്. അപ്പൊ സ്കള്ള് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമുക്ക് ഈ തലയോട്ട് എന്തിനാണെന്ന് അറിയോ? നമ്മുടെ തലയോട്ടിന് അകത്ത് എന്താണെന്ന് അറിയോ? എന്തായിരിക്കും? ബ്രെയിൻ, നമ്മുടെ മസ്തിഷ്കമാണ് നമ്മുടെ തലയ്ക്കകത്ത് ഉള്ളത്. അപ്പോൾ മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണമാണ് നമ്മുടെ സ്കള്ള്. മനസ്സിലായോ? അടുത്ത് നമ്മൾ പഠിക്കുന്നത് ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ എന്താണെന്ന് അറിയോ? നമ്മുടെ ഷോൾഡറിൽ, നമ്മൾ തോളിൽ വരുന്ന നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ ഷോൾഡർ നമുക്ക് തൊടാൻ പറ്റും ആ ബോണാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ബോൺ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ബോണാണ് ക്ലാവിക്കിൾ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 2 ബോൺ നമ്മൾ പഠിച്ച്, ഒന്ന് സ്കള്ള്, രണ്ടാമത്തെ ക്ലാവിക്കിൾ, പിന്നെ മൂന്നാമത്തെ സ്കാപ്പുലർ. സ്കാപ്പുലർ എന്നാണ് അടുത്ത ബോണിന്റെ പേര്. അത് എവിടെയെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഷോൾഡറിന്റെ ബാക്കിൽ നമ്മുടെ കൈ അനക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അവിടെ മാത്രം ആ ബോൺ മാത്രം മേലോട്ട് പൊന്തി നിൽക്കുന്നുണ്ടാവും. അതാണ് ആ ബോണിന്റെ പേരാണ് സ്കാപ്പുലർ എന്ന് പറയുന്നത്. അടുത്തത് എല്ലാവർക്കും പരിചിതമായ ഒരു ബോണാണ് ഹ്യൂമറസ്. ഹ്യൂമറസ് ബോൺ ഏതാണ്? നമ്മുടെ ശക്തിയല്ല നമ്മൾ പറയും. നിനക്ക് എത്ര ശക്തി എന്ന് ചോദിച്ചു പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് എനിക്ക് എത്ര ശക്തി നമ്മൾ പറയാം, അല്ലെ? അവിടെ നമ്മൾ തൊട്ട് കാണിക്കുന്ന മസിൽ അല്ലാതെ ഉള്ളിലിരിക്കുന്ന ബോണിന്റെ പേരാണ് ഹ്യൂമറസ്.
എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഇവിടെ കിടക്കുന്ന ബോണാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. അടുത്തത് അതിന് താഴെ രണ്ട് ബോണിന്റെ ചിത്രം കാണിക്കുന്നുണ്ട്. ഒന്ന് റേഡിയസും ഒന്ന് അൾനയും. ഏതൊക്കെയായിരുന്നു? റേഡിയസ് ഒന്ന്, അൾനയുണ്ട്. അങ്ങനെ രണ്ട് ബോണാണ് നമ്മുടെ ഫോർ ആംസിൽ ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ബോൺ ഉണ്ടാവുക. അത് ഒന്ന് റേഡിയസും ഒന്ന് അൾനയും. അങ്ങനെ രണ്ട് ബോണാണ് നമ്മുടെ ഫോർ ആംസിലുള്ളത്. അപ്പോൾ റേഡിയസ് എവിടെയാണ് കിടക്കുന്നത്, അൾന എവിടെയാണ് കിടക്കുന്നത് നമുക്ക് അറിയണം അല്ലേ? റേഡിയസ് അൾന നമുക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ എവിടെയാണ് റേഡിയസ് കിടക്കുന്നത്, എവിടെയാണ് അൾന കിടക്കുന്നത് നമുക്ക് അറിയില്ല. അതിനറിയാൻ ഒരു സൂത്രമുണ്ട്. നമ്മുടെ തമ്പ്, നമ്മുടെ തള്ളവരൽ, മനസ്സിലായി? ഈ തള്ളവരന്റെ നേരെ താഴെ കിടക്കുന്ന ബോണിന്റെ പേരാണ് റേഡിയസ്. അതേപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് അൾന. മനസ്സിലായി? അപ്പോൾ ഇവിടെ റേഡിയസും ഇവിടെ അൾനയും കിടക്കുന്നത്. നമ്മുടെ തള്ളവരൽ എവിടെയാണ് കിടക്കുന്നത്? തള്ളവരൽ നേരെ താഴെ റേഡിയസും അതിന്റെ നേരെ ഓപ്പോസിറ്റ് അൾനയും. അങ്ങനെ രണ്ട് ബോണാണ് നമ്മുടെ ഫോർ ആംസിലുള്ളത്, നമ്മുടെ ഈ കൈക്കോട് ഇവിടെ ഉള്ളത്. മനസ്സിലായോ? പിന്നെ നമ്മുടെ വിരലുകളാണ് ഫിലഞ്ചേഴ്സ്. ഏതായിരുന്നു? ഫിലഞ്ചേഴ്സ്. നമ്മുടെ എല്ലാ വിരലുകളും കണ്ടതാ ഫാലഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര ഉണ്ടാവും അതില്? നമ്മുടെ ഓരോ കയ്യിലും കുറെ ജോയിന്റുകളുണ്ട്. ആ ജോയിന്റുകൾ എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഓരോ എല്ലിന്റെ പേരാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിരലുകളിൽ കാണുന്നതാണ് ഫാലഞ്ചേഴ്സ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എത്ര ബോൺ ഇപ്പൊ നമ്മൾ പറഞ്ഞു? ഒന്ന് സ്കള്ള് അല്ലെ, രണ്ടാമത്തെ ക്ലാവിക്കിൾ, മൂന്നാമത്തെ സ്കാപ്പുല, നാലാമത്തെ ഹ്യൂമറസ്, അഞ്ചാമത്തെ റേഡിയസ് ആൻഡ് അൾന, ആറാമത്തെ ഫെലഞ്ചേഴ്സ്. അങ്ങനെ നമ്മൾ ഇത്രയും ബോണാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ച് ബോണുകൾ കൂടെ നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ സെന്റർ പാർട്ടിലുള്ള ബോൺ. കുറെ ബോണുകൾ നമുക്ക് വാരിയല് കണ്ടില്ലേ? എത്ര നമുക്ക് വാരിയലുണ്ട്? 12, 24 എണ്ണമാണ് 12 ജോഡി. അങ്ങനെ 24 എണ്ണമാണ് നമുക്ക് വാരിയലുള്ള. വാരിയലിന്റെ പേര് പറയുന്ന പേരാണ് റിബ്സ്. എന്തായിരുന്നു? റിബ്സ് എന്നാണ് വാരിയലിനെ പറയുന്നത്. അപ്പോൾ എത്ര റിബ്സ് ഉണ്ട്? 24. 24 എണ്ണം 12 ജോഡി എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ നടുക്ക് കാണുന്ന വേറൊരു ബോണുണ്ട്, അതിന്റെ പേരാണ് സ്റ്റെർണം. എന്തായിരുന്നു? സ്റ്റെർണം എന്നാണ് നമ്മുടെ നെഞ്ച് ഭാഗത്ത് കാണുന്നത്. നമ്മുടെ നെഞ്ചിന്റെ സെന്റർ ഭാഗത്ത് കാണുന്ന എല്ലിന്റെ പേരാണ് സ്റ്റെർണം എന്ന്. അപ്പോ 24 റിബ്സും, റിബ്സ് പറഞ്ഞാൽ വാരിയല്, 24 വാരിയല്, നടുക്ക് ഒരു സ്റ്റെർണം. ഈ ബോണാണ് ഇത്. ഈ സ്റ്റെർണത്തിലാണ് ഈ 24 റിബ്സും വന്ന് ജോയിന്റ് ആയിരിക്കുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെർണത്തിലാണ്. മനസ്സിലായോ? അപ്പൊ ഈ വാരിയലിൽ എന്തിനായിരിക്കും? നമ്മുടെ വാരിയലിന് അകത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? എന്തൊക്കെ ഓർഗൻസ് ആണ്, അവയവമാണ് നമ്മുടെ വാരിയലിന് അകത്ത് ഉണ്ടാവുക? ലങ്സും. ലങ്സ് എത്ര ഉണ്ട്? ലങ്സ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശം. എത്ര ഉണ്ട്? 2 ശ്വാസകോശം ഉണ്ട്. ഒന്ന് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തുനിന്ന്. അങ്ങനെ 2 ശ്വാസകോശവും അതിന്റെ സൈഡായിട്ട് എന്താ ഉണ്ടാവുക? ഹാർട്ട്, ഹൃദയവുമാണ് ഉണ്ടാവുക. അതിനെല്ലാം പൊതിഞ്ഞിട്ട് കാത്തു സൂക്ഷിക്കുന്നതാണ് റിബ്സ്. അതിനകത്താണ് ഈ ലങ്സും അതുപോലെ എന്താ ഹാർട്ടും ഉള്ളത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് നമ്മുടെ തട്ടിയാലും മുട്ടിയാലും എവിടെയെങ്കിലും വീണാലും പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ശ്വാസകോശത്തിലോ പെട്ടെന്ന് ആഘാതം സംഭവിക്കാതെ സംരക്ഷിക്കുന്നതാണ് റിബ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ബോൺ സ്പൈന്. സ്പൈൻ എന്ന് പറയുന്നത് നമ്മുടെ തണ്ടല്. മനസ്സിലായോ? നമ്മുടെ നട്ടലിനെ പറയുന്ന പേരാണ് സ്പൈന്. മനസ്സിലായോ? അതിന് വേറെ പേര് പറയും, വെർട്ടിബ്ര എന്നും പറയും. മനസ്സിലായോ? വെർട്ടിബ്ര. മനസ്സിലായോ? അടുത്തത് വന്നിട്ട് പെൽവിസ്. പെൽവിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ബോണിനെ പറയുന്ന പേരാണ് പെൽവിസ്. മനസ്സിലായോ? ഈ പെൽവിസ് എന്ന് വന്ന് ഗേൾസിന് വേറെ ആയിരിക്കും, പെൺകുട്ടികൾക്ക് വേറെ ആയിരിക്കും, അതുപോലെ ആൺകുട്ടികൾക്കും രണ്ടുപേർക്കും അതിന്റെ സൈസില് വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ബോൺ. അതായത് നമ്മുടെ തൊടയിലാണ് നമ്മുടെ ലോങ്ങസ്റ്റും ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോൺ. അതിനെ പറയുന്ന പേരാണ് ഫീമർ. എന്തായിരുന്നു? ഫീമർ എന്നാണ് നമ്മുടെ തൊടയലിനെ പറയുന്നത്. അത് ഏറ്റവും നീളം കൂടിയ എല്ലും അതുപോലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എല്ലുമാണ് ഫീമർ. മനസ്സിലായോ? അതിന്റെ താഴെ നമ്മുടെ മുട്ടുചിരട്ട. മനസ്സിലായോ? മുട്ടുചിരട്ട നമ്മുടെ മുട്ടിൽ കാണുന്ന ബോണാണ് പെട്ടേല എന്ന് പറയും. എന്തായിരുന്നു? പെട്ടേല. മനസ്സിലായോ? ഇവിടെയാണ് കാണുന്ന പെട്ടേല കാണുന്നത്. നമ്മുടെ
ഈ ലോങ്സ്റ്റ് ബോണിന്റെ താഴ്ഭാഗത്താണ് ഈ പെട്ടേല കാണുന്നത്. പിന്നെ നമുക്ക് കാലിന്റെ താഴെ നമ്മുടെ കാഫിന്റെ അവിടെ, നമ്മുടെ കാഫ് മസിൽസിന്റെ അവിടെ കാണുന്ന രണ്ട് ബോൺ, നമ്മുടെ ഫോർ ആംസിൽ കാണുന്ന അതേപോലെ തന്നെ നമ്മുടെ കാഫ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് ബോൺ ഉണ്ട്. ഒന്ന് ടിബിയ ആൻഡ് ഫിബുല. കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഒരു ടിബിയയും ഒരു ഫിബുലയും. അപ്പൊ ടിബിയ ഏതാണ് ഫിബുല ഏതാണ് നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ നമുക്ക് തൊടാൻ പറ്റും, നമ്മുടെ കാലിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ കാലില് നമ്മൾ തൊട്ടു എന്ന് പറഞ്ഞാൽ ആ തൊടാൻ പറ്റുന്ന ബോണാണ് ടിബിയ എന്ന് പറയുന്നത്. അതിന്റെ ബാക്ക് ഭാഗത്ത്, നമ്മുടെ കാലിന്റെ ബാക്ക് ഭാഗത്ത്, കാഫിന്റെ ഭാഗത്ത് കാണുന്ന ബോണാണ് ഫിബുല. അപ്പോ ടിബിയയും ഫിബുലയും നമ്മൾ പഠിച്ചു. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? പിന്നെ നമ്മുടെ കാലിന്റെ വിരലുകളെ പറയുന്നത് ഫലഞ്ചേഴ്സ് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കൈവിരലിനെ പറയുന്ന പോലെ തന്നെയാണ് കാൽവിരലുകളെ പറയുന്നത്. അതിന്റെ മുകളിൽ കുറെ ഭാഗങ്ങളുണ്ട്. കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, പിന്നെ ടാർസൽസ്, മെറ്റാടാർസൽസ്, അങ്ങനെ പറയുന്ന കുറെ ഗുണം. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. മനസ്സിലായി? ഇപ്പൊ നമ്മള് നമുക്ക് കാണാൻ പറ്റുന്ന കുറെ ബോണുകളുടെ പേര് നമ്മൾ പഠിച്ചു. നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം ഏതൊക്കെ ബോണാണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ഏതൊക്കെയായിരുന്നു? എന്റെ കൂടെ പറയണം, നോക്കണേ. ഒന്ന് സ്കള്ള്, രണ്ടാമത്തെ ക്ലാവിക്കിൾ, മൂന്നാമത്തെ സ്കാപ്പുല, നാലാമത്തെ ഹ്യൂമറസ്, അഞ്ചാമത്തെ റേഡിയസും ആൻഡ് അൾനയും, പിന്നെ ഫിലഞ്ചേഴ്സ്. പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന് റിബ്സ്. എത്ര റിബ്സ് നമുക്കുള്ളത്? 12 ജോഡി, 24 എണ്ണം. മനസ്സിലായോ? പിന്നെ നമ്മൾ പഠിച്ചത് പെൽവിസ്. പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹിപ്പ് ബോൺ, നമ്മുടെ ഇടുപ്പ് ഭാഗത്ത് കാണുന്ന ബോണാണ് പെൽവിസ്. പിന്നെ വന്ന് ഫീമർ. ഫീമർ എന്തായിരുന്നു? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ബോണാണ് ഫീമർ. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺ ഏതായിരിക്കും? ആർക്കെല്ലാം അറിയാൻ പറ്റുമോ? നമ്മുടെ ചെവിയിൽ കാണുന്ന ഒരു ബോണുണ്ട്, സ്റ്റേപ്പിസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ നമ്മൾ ഇന്ന് രണ്ടെണ്ണം പഠിച്ചു, വലിയ ബോണും ചെറിയ ബോണും. വലിയ ബോൺ ഏതായിരുന്നു? ഫീമറും. ചെറിയ ബോണ് സ്റ്റേപ്പിസും. സ്റ്റേപ്പിസ് എവിടെ കാണുക? ചെവിയിലാണ് നമ്മുടെ സ്റ്റേപ്പിസ് എന്ന ബോണ് കാണുന്നത്. പിന്നെ നമ്മള് ടിബിയ ആൻഡ് ഫിബുല. ടിബിയെ പഠിച്ചു, ഫിബുലയെ പഠിച്ചു. അതിന്റെ ഇടയിൽ കാണുന്ന നമ്മുടെ മുട്ടിൽ കാണുന്ന ബോണിന്റെ പേരായിരുന്നു പെട്ടേല. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഇന്നേക്ക് പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ? ഒന്നുകൂടെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വർക്ക് കൂടെ തരാൻ പോണ, ഇതുപോലെ ഒരു ഹ്യൂമൻ സ്കെലിറ്റന്റെ ചിത്രം വരച്ച് നിങ്ങൾ എന്തൊക്കെ ബോണിന്റെ പേരാണ് പഠിച്ചതെന്ന് അതിൽ അടയാളപ്പെടുത്തി ടീച്ചർക്ക് ആ നിങ്ങളുടെ ചിത്രവും നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേരും വെച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. മനസ്സിലായി? ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേ? ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ അതിന്റെ എവിഡൻസ് ആയിട്ട് നിങ്ങൾ ഈ ചിത്രം, നമ്മുടെ ഹ്യൂമൻ സ്കെലിറ്റന്റെ ഒരു ചിത്രം വരച്ച് അതിൽ ഓരോ ബോണും പറഞ്ഞ് എഴുതി അടയാളപ്പെടുത്തി അതിനുശേഷം ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പേരെന്താണ്, ക്ലാസ് ഏതാണെന്നെല്ലാം പറഞ്ഞ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. മനസ്സിലായോ? നിങ്ങൾ ഗൂഗിളിൽ പോയി വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്കെലിറ്റന്റെ ചിത്രം നമുക്ക് കിട്ടും. മനസ്സിലായോ? അതെടുക്കുക, അതിനുശേഷം പേര് എഴുതിട്ട് അയച്ചു തരിക. കേട്ടോ? ഏതായാലും ക്ലാസ് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ നിങ്ങൾ നല്ലപോലെ പഠിക്കുക, ഓരോ ബോണിന്റെ പേര് നിങ്ങൾ പഠിക്കുക. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നന്ദി.